ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ കുറേ ദിവസങ്ങളായി വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ? അന്നേരം എനിക്ക് സുഖമില്ലായിരിക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. എനിക്ക് കമൻ്റൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ, എന്താ ബീന വീഡിയോ ഇടാത്തതെന്നും ചോദിച്ച്. അന്നേരം നമുക്ക് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ നടക്കുമായിരുന്നു, അതുകൊണ്ട് സുഖമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞാണ് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയിരിക്കുന്നത്. അന്നേരം നമ്മുടെ വള്ളക്കാരൻ ചേട്ടനെ കുറേ ദിവസങ്ങളായി എല്ലാവരും കണ്ടിട്ടില്ലേ? ഞാനും കുറേ ദിവസമായി കണ്ടിട്ട്. അന്നേരം എന്നോട് കമൻറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ബീന ഇപ്പം വള്ളക്കാരൻ ചേട്ടൻ വരുന്നില്ലേന്ന്. അപ്പം വരുന്നില്ലായിരുന്നു കേട്ടോ. അന്നേരം ഇന്നലെയാണ് ആദ്യമായിട്ട് കുറേ ദിവസം കൂടി വന്നത്. അന്നേരം ചേട്ടന് ചെറിയൊരു ആക്സിഡൻ്റൊക്കെ പറ്റിയായിരുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അന്നേരം എന്നോട് കമൻറ്റിൽ കൂടെ ചോദിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു മാസം 2 മാസമൊക്കെ ആയി വന്നിട്ടിപ്പം. അത് കഴിഞ്ഞാണ് വന്നത്. അപ്പം ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ് കേട്ടോ. നമ്മൾ വീഡിയോ തുടങ്ങി അന്ന് മുതലേ ഈ ഒരു കാഴ്ച കാണാനാണ് കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം. ഈ വള്ളത്തേൽ ഈ സൂപ്പർ മാർക്കറ്റിലെ സാധനം പോലെ വള്ളത്തെ വെച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ഏറ്റവും നല്ല കാഴ്ച ഇവിടുത്തെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും പറഞ്ഞു കേട്ടോ, കുട്ടനാട്ടിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വള്ളത്തെ സാധനങ്ങൾ വീടുകളിൽ കൊണ്ട് കൊടുക്കുന്നില്ലേ, അതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം ഇതായിരുന്നു. ഞാനും ഓർത്തു കേട്ടോ, കുറേ നാളായാലും ഇപ്പം കാണുന്നില്ല, നിർത്തിയതാണെന്ന് ഓർത്തു. ഇപ്പം വന്നപ്പോൾ അതാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ വേറെ വള്ളത്തേലും സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പണ്ട് മുതലേ ഈ ഒരു ചേട്ടനോടാണ് സാധനങ്ങൾ വാങ്ങാറുള്ളത്. അന്നേരം നമ്മൾ വള്ളത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു അങ്ങ് ഒത്തിരിയായില്ലേ. നമ്മുടെ ചോറൊക്കെ രാവിലെ ദാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ ദോശയും ചമ്മന്തിയായിരുന്നു. പിന്നെ ഞാൻ ഒരു ചെറിയ ചൂര മേടിച്ച് കറി വെച്ച് തിളയ്ക്കുന്നത് നിങ്ങൾ കണ്ടില്ലായിരുന്നോ? അന്നേരം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അന്നേരം എൻ്റെ കൂട്ടുകാരൊക്കെ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ എടുത്തു വെച്ചിരുന്ന ഒരു വീഡിയോ ആണിത്. അത് ഇന്ന് ഞാനങ്ങ് അപ്ലോഡ് ആക്കുവാണ്. ഇപ്പം കുറവുണ്ട് കേട്ടോ, എനിക്ക് നടുവേദനയായിരുന്നു, ഇപ്പോൾ ഒത്തിരി കുറവുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമ്മൾ രാവിലെ ദോശയും ചമ്മന്തിയാണെന്ന് പറഞ്ഞല്ലോ, അന്നേരം അതിൻ്റെ ബാക്കി മാവ് കൊണ്ട് നമ്മൾ വൈകിട്ടൊരു സ്നാക്സ് കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കൂട്ടുകാരെല്ലാം വീഡിയോ ആണ് കേട്ടോ. അന്നേരം കുറേ ദിവസം വീഡിയോ ഇടാതിരുന്നതുകൊണ്ട് വ്യൂസൊക്കെ കാണുമോ എന്നറിയത്തില്ല. അങ്ങനെയാണ് എൻ്റെ പെട്ടെന്നാണ് വീഡിയോ ഇടാതിരിക്കുമ്പോഴത്തേന് വ്യൂസ് താഴോട്ട് വരും കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ കുറച്ച് ബീൻസൊക്കെ എടുത്ത് തോരൻ വെക്കാൻ പോവാണ്. അന്നേരം ബീൻസ് തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്? എനിക്ക് പയർ തോരനെക്കാട്ടി കൂടുതൽ ബീൻസ് തോരനാണ് ഇഷ്ടം. നമ്മുടെ അപ്പൂസ് ഇന്ന് ദോശയും ചമ്മന്തിയാണ് കൊണ്ടുപോയിരിക്കുന്നത്. ടീനോപ്പൻ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കൂടുതലും എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളാണ് ഒരുപാട് സന്തോഷം തരുന്നത്. അന്നേരം നമ്മൾ നാട്ടിൻപുറത്തെ ജീവിതമാണല്ലോ, നമ്മൾ കുട്ടനാട്ടിൽ നാട്ടിൻപുറത്തെ ജീവിതമാണ്. അന്നേരം ഇതൊക്കെ കാണാനും ഒക്കെ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ദിര ചേച്ചി എനിക്ക് മെസ്സേജ് ഇട്ടായിരുന്നു കേട്ടോ, ബീനാക്കുട്ടി എന്താ വീഡിയോ ഇടാത്തത്, കാത്തിരിക്കുക, പെട്ടെന്ന് പോരട്ടെന്നും പറഞ്ഞ്. അന്നേരം നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നറിയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഒന്ന് കുറഞ്ഞപ്പോഴത്തേന് വീഡിയോ ഇടുന്നത്. ഇപ്പം കുറവുണ്ട് കേട്ടോ, കുറേ ദിവസങ്ങളായിട്ട് എനിക്ക് വയ്യായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത്. അന്നേരം ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീൻസ് തോരന് ഒക്കെ റെഡിയായി വരുവാണ് കേട്ടോ. കുറച്ച് നേരമൊക്കെ എടുത്തു അരിയാൻ വേണ്ടി. അന്നേരം മീനൊക്കെ ഞാൻ വെട്ടി കറി വെച്ചിട്ടുണ്ടല്ലോ.
പിന്നെ നമുക്ക് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ. അന്നേരമുള്ള പാത്രങ്ങൾ ഞാൻ അന്നേരം കഴുകി വെക്കും. അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇപ്പോൾ എടുത്തതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകി വെച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ അരിയൊക്കെ തേണ്ട നല്ലവണ്ണം രാവിലെ ഇട്ട് കൊടുത്ത വേവുള്ള അരിയായിരുന്നു, വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം നമുക്കിനി ആ അരി ഒന്ന് ഊറ്റിയിട്ടിട്ട് വേണം തോരൻ വെക്കാൻ വേണ്ടി. പിന്നെ പുറത്തെ ജോലികളൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം ഇപ്പം എപ്പോഴേലും ഒക്കെയാണ് മിറ്റം തോപ്പും തുണി നനയൊക്കെ, കാരണം എനിക്ക് വയ്യാത്തതുകൊണ്ട് കേട്ടോ. അന്നേരം ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒന്നും വീഡിയോ എടുക്കുന്നില്ല. അന്നേരം നമ്മുടെ അരിയൊക്കെ തേണ്ടൊന്ന് ഊറ്റിയിടുകയാണ്. ഇനിയിപ്പം നമുക്ക് ബീൻസ് തോരനും കൂടെ വയ്ക്കാം കേട്ടോ. അന്നേരം നമ്മുടെ ക്യാമറയൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് നേരെയാക്കി കൊടുക്കുകയാണ്. നമ്മൾ ഈ അടുക്കളയുടെ ഷെൽഫേ വെച്ചാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ട്രൈപോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെരിഞ്ഞ് കിടക്കും. അന്നേരം ഞാനിങ്ങനെ ഷെൽഫേ വെച്ചൊന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ. അന്നേരം നമുക്ക് തോരൻ വെക്കാനായിട്ട് സവാളയും തേങ്ങയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞ് സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമ്മുടെ കടുക് പൊട്ടിച്ച് വറ്റൽമുളകും ഒക്കെ പൊട്ടിച്ച് കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് തോരൻ വെച്ചെടുക്കാം. അന്നേരം നമ്മുടെ തോരൻ ഒക്കെ ഉള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീഡിയോയിൽ ഇത് കാണാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞില്ലേ ഷെൽഫ് വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അന്നേരം നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള തോരനും നല്ല അടിപൊളി മീൻകറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഈ മീൻകറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ തോരനും ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അന്നേരം അന്ന് ആവിയിലൊന്ന് പൊത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് വെന്ത് കുഴയരുത് കേട്ടോ. ഈ കുഴയാതെ വേണം നമ്മൾ ഈ തോരനൊക്കെ എടുക്കാൻ വേണ്ടി. അങ്ങനെ ഞാനൊരു ആവിക്ക് വെച്ചിട്ട് പിന്നെ ഇളക്കി അങ്ങ് ഓഫ് ചെയ്യും കേട്ടോ. അന്നേരം നമ്മുടെ ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അപ്പൂസ് വരാറാകുമ്പോഴത്തേനും നമുക്കൊരു സ്നാക്സ് ഉണ്ടാക്കണം. അന്നേരം ഞാൻ തോരനും മീൻകറി ഒക്കെ കൂട്ടി ചോറൊക്കെ കൊണ്ടിട്ട് പോയി കുറച്ച് നേരമൊക്കെ കിടന്നു കഴിഞ്ഞാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അന്നേരം നമ്മൾ ഇന്ന് വൈകിട്ട് പനിയാരമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ ദോശമാവ് ഇഡ്ഡലിമാവ് ഒക്കെ അധികം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്സാണ് പനിയാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഒരുപാട് മധുരവുമില്ല, എന്നാൽ 4 മണിക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ ഒരുപാട് നല്ലതാണ് കേട്ടോ. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ദോശയുടെ മാവാണ്. ഒത്തിരി ലൂസായ മാവ് എടുക്കല്ലേ. നമ്മുടെ ഇഡലിയുടെയും ദോശയുടെയൊക്കെ മാവ് ഒത്തിരി വെള്ളം പോലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല. അന്നേരം നമുക്ക് അരച്ച് വയ്ക്കുന്ന ഒരു പരുവം ഉണ്ടല്ലോ, ആ ഒരു
കട്ടി വേണം മാവിന്. അന്നേരം ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അന്നേരം വെളിച്ചെണ്ണ ഒന്ന് പൊട്ടി കഴിയുമ്പം നമ്മൾ വറ്റൽമുളകും ഇട്ട് കൊടുത്തു. പിന്നെ ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ എന്ത് വേണേലും നട്ട്സ് വേണേലും ഇട്ട് കൊടുക്കാം. പിന്നെ എന്താണ് നമ്മുടെ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് നല്ല കുനുകുനാന്നരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പിന്നെ ചുമന്നുള്ളിയും കൂടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചുമന്നുള്ളി നല്ലവണ്ണം മൂപ്പിച്ചിട്ട് വേണം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി. അതിട്ട് കുറച്ച് ഉപ്പ് കൂടിയിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഉണ്ണിയപ്പച്ചട്ടിയില്ലേ, അതല്ലെങ്കിൽ നമ്മുടെ കുഴിയുള്ള ഏത് ചട്ടി വേണേലും എടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ കോരി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിനൊക്കെ ഒഴിക്കുന്ന പോലെ തന്നെ ഒരുപാട് എണ്ണയ്ക്കകത്തൊന്നും മുക്കി പൊരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ജസ്റ്റ് എണ്ണയൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഓരോ തവി എല്ലാ കുഴിക്കകത്തും ഒഴിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന് ചമ്മന്തിയൊക്കെ നല്ലതാണ് കേട്ടോ. അന്നേരം രാവിലത്തെ കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു, ഞാൻ അന്നേരം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പൂസ് ഇത് പഞ്ചസാര ഇട്ടാണ് വന്ന് കഴിച്ചത് കേട്ടോ. അന്നേരം പിന്നെ ഞാൻ ചമ്മന്തി ഒന്നും പിന്നെ അരയ്ക്കാൻ പോയില്ല. അന്നേരം തന്നെ നമ്മുടെ ഒരു വശമൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്തേക്ക് നിങ്ങൾക്ക് പൊട്ടുകടല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അന്നേരം നമ്മളിത് കടിക്കുന്ന സമയത്ത് പൊട്ടുകടലയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അന്നേരം ഞാൻ ഇതിനകത്ത് ഉഴുന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അന്നേരം നമുക്ക് പെട്ടെന്ന് ദോശമാവ് ഇഡലിമാവൊക്കെ അധികം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മക്കളൊക്കെ വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അതൊരു സ്നാക്സ് ആക്കി കൊടുക്കാം. ഈ പനിയാരം ഉണ്ടാക്കാനൊക്കെ അറിയാവുന്നവർക്ക് വേണ്ടിയല്ല, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ. അന്നേരം നമ്മുടെ പനിയാരമൊക്കെ ഇവിടെ റെഡിയായി കണ്ടോ. അന്നേരം ആദ്യത്തെ ട്രിപ്പൊക്കെ ഞാൻ എടുത്ത് ഇനി ഒരു ബാച്ചൂടെ ഉണ്ടാക്കാനുള്ള മാവുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അത്രയേ ഉള്ളായിരുന്നു. അന്നേരം രാവിലെ നമുക്ക് അരച്ച് വെച്ചിരുന്ന മാവ് കൊണ്ട് ദോശ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം മക്കൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർക്കും ഇഷ്ടമാകും, നമുക്കും സന്തോഷമാകും. എല്ലാ അമ്മമാരുടെയും ടെൻഷനാണ് മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ എന്താണ് ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്നില്ലേ. അന്നേരം നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ മക്കളെ സന്തോഷിപ്പിക്കാം. അന്നേരം ഞാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ ബേക്കറിയൊക്കെ ഇങ്ങനെ വാങ്ങി കൊടുക്കുന്നത്. അവർക്ക് മക്കൾക്കെല്ലാം നമ്മുടെ ബേക്കറിയോടാണ് താല്പര്യം. എന്നാലും നമ്മൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബാച്ചിൽ നിന്ന് ഇവിടെ കോരി ഒഴിച്ചിട്ടുണ്ട്. അന്നേരം അപ്പൂസ് ഇപ്പം വരും കേട്ടോ. അന്നേരം എനിക്ക് ഒരുപാട് ഇഷ്ടമായത്, കാരണം എനിക്ക് മധുരം അധികമുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. അന്നേരം ഇതൊക്കെ ആകുമ്പം നല്ലതാണല്ലേ, ഹെൽത്തിന് നല്ലതാണ്. അന്നേരം ഒരുപാട് മധുരവുമില്ല. എന്നാൽ ചമ്മന്തി വേണം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മന്തി കൂട്ടിയേ നിങ്ങൾ കഴിക്കാവൂ. മുളക് ചമ്മന്തി നല്ലതാണ് ഇത് മുക്കി കഴിക്കാൻ വേണ്ടി. ഇപ്പം എനിക്ക് മടി പിടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കാഞ്ഞാണ് കേട്ടോ. മുളക് ചമ്മന്തി നല്ലതാണ്. തേങ്ങാ ചമ്മന്തി ഉരുട്ടിയെടുക്കത്തില്ല, അതാണ് നല്ലത്. അന്നേരം നമ്മുടെ അപ്പൂസ് കുട്ടൻ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. പെരുന്നാളിനെ അമ്മയെ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ വന്നിരിക്കുന്നത് കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു ഇതാ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞപ്പോഴത്തേനും മുഖമൊക്കെ ഒന്ന് വാടി, എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ, ഇതൊക്കെ കഴിക്കണമെന്നും പറഞ്ഞ്. അന്നേരം ഇരുന്ന് പഞ്ചസാര കൂട്ടി കഴിക്കുകയാണ്. അപ്പൂസിന് പിന്നെ എന്തിനും കുറച്ച് പഞ്ചസാര വേണം. അന്നേരം കഴിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ബേക്കറിയോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കൊന്നും ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല. എന്നാലും കഴിച്ചു കേട്ടോ, വിശന്നൊക്കെ വരുന്നതല്ലേ. ഞാൻ പിന്നെ ചായയൊക്കെ ഇട്ടു. അടുത്ത ട്രിപ്പ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അന്നേരം നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡിയായി 4 മണിക്കത്തെ. അതൊക്കെ നല്ല ചായ അല്ല കേട്ടോ, കോഫിയാണ്. ചായയെന്ന് ഞാൻ അറിയാതെ പറഞ്ഞതാണ്, കോഫിയാണ്. അന്നേരം അതൊക്കെ നല്ലവണ്ണം ഒന്ന് അരച്ച് അപ്പൂസിന് കൊടുക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ